എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത്? ഒരു ഗ്യാസ് പോയതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടിയുണ്ടാവും? ഇതൊക്കെ ന്യൂ ജനറേഷൻ കല്യാണമാണ്. ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ട് ഉണ്ടാക്കുന്ന അടിയല്ലേ? കണ്ടില്ലേ എത്ര ആംഗിളാണ് ഷൂട്ട് ചെയ്തെന്ന്? ആണോ? അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ? പാചകവും അടിയും പച്ചടി സുര. നമ്മൾ ചോറൊക്കെ എന്താ കാണിക്കണേ? പാക്ക് ചെയ്ത് എടുത്തോ, ഇവിടുത്തെ പൈസ കിട്ടും തോന്നില്ല. ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ അവന്മാർക്ക് 2 എണ്ണം കൂടുതൽ കൊടുക്കായിരുന്നു. അതെങ്ങനെ കറക്റ്റ് സമയത്ത് അലൈന് നർബാബിന്റെ കോള് വന്നോ? അല്ലെങ്കിൽ കാണാറ് ഞാൻ. ഇനി ജയൻ തന്നെ ഒരാളെ കണ്ടെത്തിട്ടെ, അവൻ തന്നെ ഉണ്ടാക്കിയല്ലേ ഇതെല്ലാം. പെണ്ണിന്റെ കൊച്ചനായതുകൊണ്ട് ഞാൻ സുഹൃത്തിനോടൊരു കാര്യം പറയാം. എന്റെ മോൻ സുമേഷിനെ കൊണ്ട് ഈ പെൺകൊച്ചിനെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാണ്. പണ്ട് ഞാനൊന്ന് ആലോചിച്ചതാ. അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡ് ആയിരുന്നു. സ്വർണ്ണം വേണം, എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളത് തന്നേച്ചാൽ മതി. ഒരു പെൺകൊച്ചിന്റെ കാര്യമായോണ്ടാ. അല്ലാതെ കല്യാണത്തിനൊന്ന് കെട്ടുമുടങ്ങിയ പെണ്ണെ വേറെ ആര് കേട്ടാനാ? അല്ലേ മോനെ? ആ ജോലി ചെയ്തപോലെ എന്നെ ചെയ് കേണല് കഞ്ഞി. ചേട്ടപ്പ നൈസായിട്ട് അവിടെ ചെന്നേ ചേട്ടന്റെ കാര്യം പറഞ്ഞാലോ? എടാ മണ്ട, രാവിലെ ഒരു വെള്ളം കോരിയിട്ട് വൈകിട്ട് കൊടടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാനാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കിയത് നമ്മളന്ന് മനസ്സിലാവില്ലേ? ആ അത് ശരി. എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര എതിർപ്പില്ല. ഇനി എനിക്ക് സമയമുണ്ടല്ലോ. അതെ, ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് സംസാരിക്കണം. സാറേ, ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതൊന്ന് തീർക്കട്ടെ. അതെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ. ഞാൻ എന്റെ പ്രശ്നം തീർത്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ സാറേ തലയ്ക്ക് തന്നെ പറ്റിയേ? നീ ആരാ? ഞാൻ ഇവിടുത്തെ അഞ്ജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാലേ എന്റെ വീട്ടിൽ രാവിലെ വന്നൊരുത്തൻ കയറി ഭാര്യയെ പിടിക്കാൻ വന്നതാ. ചേച്ചിനെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു. വെളുത്തിട്ട് നല്ല. ഓ, ശ്രദ്ധിച്ചായിരുന്നല്ലേ? നമുക്കൊരു തീരുമാനമൊക്കെ സാറോ വന്നോളൂ. അങ്ങളെ അങ്ങളെ എന്നാ ഒന്ന് വരാമോ? എന്നാത്തിനാ? ഒരു അത്യാവശ്യമായിരുന്നു. എന്നെ അത്യാവശ്യം? പ്ലീസ് ആൻറ്റി, ഒന്നങ്ങനെ എടുത്ത് വരാൻ പറയും. ആൻറ്റി വാ മനുഷ്യ, കൊച്ചൻ വിളിക്കുന്നില്ല. അളിയ ഒന്നൊന്ന് സാധനമുണ്ടോ? കൊച്ചന് പോ. അത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവിടെ ഒരാള് കാണാൻ വന്നത്. പഴയ ബന്ധുക്കാരും വല്ല ആണോ? നിങ്ങളെല്ലാവരും ഇനി വേറെ വല്ല ആലോചനയ്ക്ക് കൊണ്ടുപോകണം നടക്കുകയില്ല. എന്റെ മോനായിട്ട് ഫിക്സ് ആയി. അതുകൊണ്ടാ. അത്യാവശ്യം ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? അതാരാ? എല്ലാവരും അതെ. അയ്യോ, ഇതെന്നാ പറ്റി? ആരാ തലക്കടിച്ചത്? സൂര്യ കണ്ടില്ല കല്യാണത്തിന്. അതെ, സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു. സാറിന്റെ തലക്കിട്ടടിച്ച് ഇറങ്ങി ഓടിയോണ്ട് ആരാന്ന് കണ്ടില്ല. നിക്ക്, ഞാൻ പറയാം. ആളെ കണ്ടില്ലെങ്കിലും ദൈവമുണ്ടല്ലോ, തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം ഏതോ ഫോറിൻകാരന്റെ. ഇതിന്റെ കാണാതെ പോയ ലില്ലിപ്പൂക്കളുള്ള നമ്മൾ എമിറേറ്റ്സ് മാളിൽ നിന്ന് തീരുമാനമായല്ലോ. നാണില്ല കളവാ ചേറ്റവാക്കാറങ്ങാൻ. തന്റെ കല്യാണാലോചന വേണ്ട, ഒരു കോപ്പം വേണ്ട. പിന്നെ പോകാനെടുത്ത് തന്റെ ചെറുക്കനോടെ കൊണ്ടുപോയിക്കണം. എന്റെ അല്ലേ മോൻ. അത് വൃത്തിയാട്ടോ മനുഷ്യൻ. എല്ലാം കാക്കയും കൊത്തിക്കൊണ്ടിട്ടതായിരിക്കും. താമസിക്കണ്ട ചേട്ടാ. റജി ഒരു റജി, കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക. തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് അഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അയ്യോ ചേട്ടാ, അത് അല്ല, പെട്ടെന്നെടുക്കേണ്ട ഒരു തീരുമാനം അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ശാപം കിട്ടിയൊരു പെണ്ണായി
എനിക്കെൻ്റെ മോളെ കാണാൻ കഴിയില്ല. ഞങ്ങളൊരു സഹായം പോലെ നിന്നോട് ചോദിക്കുക. അയ്യോ അതല്ല ചേട്ടാ, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അല്ല, അതെനിക്കറിയാം. അവക്കെന്തോ പ്രേമോ മറ്റോ അതൊക്കെ ഈ പ്രായത്തിലുള്ളതാണല്ലോ. അങ്ങനെ ഒരു മോശം കുട്ടിയല്ല അവൾ. അയ്യോ ഞാൻ അങ്ങനെയല്ല ചേട്ടാ. അഞ്ജുനോട് പറഞ്ഞപ്പം അവക്ക് സമ്മതമാണ്. നിന്റെ അമ്മയോടും അളിയനോടും ഒക്കെ ഞാൻ സംസാരിച്ചോളാം. അവരെ കൊണ്ടൊന്നും കുഴപ്പമില്ല ചേട്ടാ. പക്ഷെ എനിക്ക് ജോലിയൊക്കെ ആയി വരണേ ഉള്ളൂ. അതൊക്കെ എനിക്കറിയാം. അതൊന്നും സാരമില്ല. നീ എന്തായാലും അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ചേട്ടൻ വാ, നമുക്കൊരു ചായ കുടിക്കാം. വാ. അതല്ല റിജി, നിങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു ചായ കുടിക്കാം. വാ. എടാ റിജി, ചായ കുടിക്കാം. അതിനു മുമ്പ് ചെറിയൊരു... ഇനി എന്താ ചേട്ടാ? എടാ ഇതുവരെ... ഓ, പുറത്തല്ലേ? പുറത്താ. ചേട്ടാ സംഭവം സത്യ, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചെയ്താൽ ഇപ്പൊ കിട്ടിടക്കും. ടീന എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. എന്തേ? ആ റെജിക്കുള്ള പണി ഇതിലുണ്ട്. താലിയിടും. ശാന്തി കൂടുതൽ പരിപാടികളൊന്നും വേണ്ട, ചടങ്ങ് മാത്രം മതി. മാംഗല്യം തദ്ദുനാനേന മമ ജീവനഹേതുന. അതെ കിരൺ ചേട്ടന് എന്താ ചെയ്യാൻ പോണേ? ഇത്രയൊക്കെ ചെയ്യെങ്കിലേ കിരൺ ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ? നീ കണ്ടോ? അല്ല നിങ്ങൾക്ക് എന്ത് പരിപാടി കാണിക്കുന്നത്? അവിടെ കെട്ടുന്നോണ്ടിരിക്കട്ടാ. അതല്ല കെട്ടിമേളം വെച്ചത്. കെട്ടിവേള അല്ലാതെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മളൊന്നും ചെയ്യണ്ടേ? എടാ അവൻ അവന്റെ പെണ്ണിനെ കണ്ടറിയാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അവന്റെ പെണ്ണ. അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രേമാണ് മറ്റേന്നൊക്കെ പറഞ്ഞ എന്നോട് ഒരുപാട് കഥ പറഞ്ഞല്ലോ. കണ്ണാ, എന്ന് ഇനിയൊരു കഥ சொல்லட்டுமா?